നിങ്ങൾക്ക് പക്ഷെ കുറെ കമന്റ്സ് എപ്പോഴും കുറെ സെലിബ്രിറ്റികളുടെ കമന്റ്സ് കാണാറുണ്ട് അല്ലേ? പേഴ്സണലി മെസ്സേജ് പേഴ്സണലി സൂപ്പറാണ്, നല്ല വീഡിയോസ് ആണ്, കാണലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ആരുടെയാ ഏറ്റവും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയത് ആളുടെ കമന്റോ മെസ്സേജോ വന്നു? അപ്പൊ അങ്ങനെ വന്നത് ആരുടെയാ? മറ്റേ ജ്വൽമേരി ഉണ്ടല്ലോ, അവര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഓമർലുലു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ കല്ലു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഉടൻ പണം പുള്ളി ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പേര് വരുന്നില്ലല്ലോ, പേര് കിട്ടുന്നില്ലല്ലോ. ഉണ്ട്, ഞാൻ പറഞ്ഞില്ല. അല്ലല്ല, നമ്മുടെ അത് വീഡിയോ എടുത്ത് ചെയ്താലേ പ്രിയ വാര്യർ. പ്രിയ വാര്യർ നമ്മളെ വീഡിയോ എടുത്ത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം സത്യം പറഞ്ഞു. ഇത് നമുക്ക് തന്നെ നിങ്ങളുടെ വീഡിയോ തന്നെ ആരെങ്കിലും നിങ്ങളുടെ അടുത്തുനിന്ന് കാണുന്ന എപ്പോഴെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അവർ അക്കൗണ്ട് അടിച്ചു നോക്കും. അപ്പൊ കേൾക്കാം നമ്മുടെ ഇവന്റെ എന്റെ മാട്ട സൗണ്ട്. അപ്പൊ കേൾക്കാം നമുക്ക് ചുറ്റും. അപ്പൊ നമ്മുടെ അപ്പൊ കൂടെ ഉള്ള അടുത്തുള്ള അവരെന്നെയാണ്. തോന്നാറുണ്ടോ? അല്ല, നമുക്കത് ഒരു സന്തോഷം. അവരെന്നെയാണോ എന്നുള്ളൊരു നോട്ടാണ്. അവർക്ക് കൺഫ്യൂഷൻ ആയിട്ട് അവര് ഉറപ്പ് വരുത്താൻ വേണ്ടി സംസാരിക്കുന്നത്. അതായത് നമ്മളെ ഒരാൾക്ക് ഇഷ്ടം അങ്ങനെയില്ല, നമ്മുടെ സൗണ്ട് തന്നെ കേൾക്കുമ്പോഴേ എനിക്ക് ഭയങ്കര അത് സൗണ്ട് കൊള്ളാത്തോണ്ടാണ്. ഞങ്ങളുടെ സൗണ്ട് നല്ലതായതുകൊണ്ട്, ഞങ്ങളുടെ സൗണ്ട് നല്ല സൗണ്ട് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമല്ല. നല്ല സൗണ്ടാണ്, നല്ല ശബ്ദമാണ്. കാരണം എന്താണെന്നറിയാവോ, ഇങ്ങോട്ട് കിട്ടാണ്ടിരിക്കാൻ വേണ്ടി അങ്ങോട്ട് കൊടുത്തത്. അല്ല, നിങ്ങൾ ആദ്യം എന്നോട് പറഞ്ഞു ഞാൻ എന്നെ പറ്റി കുറച്ച് നല്ല പറഞ്ഞിരുന്നു. ഒന്നും ഇതുവരെ പറഞ്ഞില്ല. ഇത്രയും നേരം ഞങ്ങള് തിന്നില്ല, പിന്നെ എങ്ങനെ അങ്ങോട്ട് നല്ലത് പറയാം? ഞാൻ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ, ഒറ്റ പോലും കുറ്റം ഞാൻ പറഞ്ഞില്ല കേട്ടോ. മുഴുവനായിട്ട് കണ്ടാ മനസ്സിലാവും. ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ശരിക്കും നിങ്ങൾ പറഞ്ഞില്ലേ, കുട്ടികളും കുറച്ച് മുതിർന്നവരുമാണ്, കാണുമ്പോ ഒരുപാട് ഇഷ്ടമാണെന്ന് അവർക്കാണെന്ന്. ശരിക്കും ഈ പിള്ളേരൊക്കെ വന്നാൽ എന്താ ചെയ്യാ? ഞങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വരും. എങ്ങനെയാ? അല്ല, ഇത് പിള്ളേരുടെ ഇതില് ചെറിയ പിള്ളേർ തീരെ ചെറുതാണെങ്കിൽ പിള്ളേര് അവരുടെ പേരൻസ് കൊണ്ടുവരുമ്പോ അവര് നാണിച്ചിട്ട് അടുത്തേക്ക് വരില്ല. എന്നിട്ട് അവര് പറയും ഇവര് നിങ്ങളെ കാണണമെന്നും പറഞ്ഞിട്ട് അവിടെ ഭയങ്കര ഒച്ചപ്പാടുമ്പോഴായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഒന്നും പടക്കണില്ല, കാരണം നേരിട്ട് കാണുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതിന് മുട്ടക്കാരെ കാണുമ്പോൾ കുട്ടികൾ പേടിച്ചാണ് സത്യം. പക്ഷെ ചില കുട്ടികൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ കൂട്ടാ. ആനനെ കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ചിരിച്ചുണ്ടല്ലോ എല്ലാരും. എനിക്ക് ഇവിടെ ഇരുന്ന് ചിരിച്ചേ പറ്റൂ, അതങ്ങൾ എന്ത് ചളി പറഞ്ഞു ഞാൻ ഇവിടെ ചിരിക്കണം, മനസ്സിലായില്ലേ? അപ്പൊ സീറ്റ് മിക്കവാറും എടുത്ത് ഒത്തില്ല. കഴിഞ്ഞു കലാസം. രസമുണ്ടായിരുന്നു. ഇനി അടുത്തതായി നമ്മുടെ മൊട്ടക്കാക്ക ഒരു ഗാനം ആലപിക്കും. ഞാൻ സത്യം പറഞ്ഞ പാട്ട് എനിക്ക് ഒരു മൂടാണ്. അടുത്തതായി മുന്നേ കാക്ക ഒരു പാട്ട് തള്ളലിന്നും പന്തൽ പൊളിഞ്ഞാടും പന്തൽ പൊളിഞ്ഞാടും ആ കുത്തിരിക്കും റബ്ബർ കെട്ടുമേ കുടിച്ചാൻ കുടിക്കും കുളുക്കൂസും വള്ളം പജ്ജിന് നജ്ജി കജ്ജുമലായിട്ട് കഗ്ഗ പോണില്ല ജിന്നോട് കളിച്ചണ്ട പോണൊക്കെ പുട്ടേ. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അതാണ്. പക്ഷേ രസമുണ്ട്, ഓരോരുത്തരും വലിയ പാട്ടുകാരൻ. പക്ഷെ ഞങ്ങൾ ആ പാട്ടില്ലേ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളുടെ വോയിസ് ശരിക്കും മറ്റേ ഈ പാട്ടൊക്കെ നല്ല രസമുണ്ടാവും. ഏത് പാട്ട് അറിയില്ലേ? ഞാൻ പറയാം തമാശ പറഞ്ഞത് ആ പാട്ട് പാടുന്ന വേറൊരു വൈബും മൂഡും കാര്യങ്ങളുണ്ടായിരുന്നു മാത്രമേ. അതുകൊണ്ടാണ് ഞാൻ പരിപാടിയൊക്കെ നിർത്തി. അതായത് നേരിട്ട് കാണുമ്പോൾ പാട്ട് പാടാൻ തോന്നുന്നില്ല, അത് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കില്ല. ഇതിൽ വന്നാലാണ് അല്ല നമ്മൾ നല്ല പാട്ടുകാരനാണ്. ഞാൻ റൂം മാറിയിട്ടൊക്കെ എടുക്കല് പാട്ട് പാടിയിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ട്. സത്യം അതാണ് ബുദ്ധിമുട്ട്. റൂമിലാണെങ്കിലും മൂപ്പരാളെ സഹിക്കണം. ഇനിയിപ്പോ പുറത്തേക്കൊന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞാലും മൂപ്പരാളെ സഹിക്കണം. അതൊക്കെ കഴിഞ്ഞ് റെസ്റ്റോറന്റ് പോയാന്ന് പറഞ്ഞാലും മൂപ്പരാളെ സഹിക്കണം. മൂപ്പരാളിപ്പോ പറയും സെയിം ടു യു. അങ്ങനെയല്ല ഞാൻ പറയാനുള്ളത്. ഇതൊക്കെ സഹിക്കണമുണ്ട് ആൾക്കാർ ഇവനെ തല്ലി കൊല്ലല്ല. ഒറ്റക്ക് മാറുന്നു പണ്ടേ ഇടി കിട്ടി മരിച്ചേനാ. മൂപ്പരാളെ കാണിച്ചില്ലെന്നുള്ളൂ. പോകുമ്പോ പുറക്കൊന്ന് കാണിച്ചാൽ ഇടി കിട്ടിയ അടയാളങ്ങൾ